ടീം കുഞ്ച ഫിയസ്ത ഒരുക്കുന്ന പ്ലാത്താനോ ഹെർവിഡോ ഉടൻ കരങ്ങളിലേക്ക്. ജാഗ്രത. നിങ്ങൾ മഅദിനിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യമൊക്കെ ഇസ്ലാമിക മജ്‌ലിസുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ പഠനം കഴിഞ്ഞപ്പോൾ പതുക്കെ ഓൺലൈൻ മജ്‌ലിസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോയി. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നല്ല വ്യൂസ് ഉള്ളൊരു ആളായിട്ട് മാറിയിരിക്കുകയാണ്. ചെറിയ രൂപത്തിലൊക്കെ പിരിവിലൊക്കെ താല്പര്യമുണ്ട്, ചാരിറ്റി പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പരിസരത്തുള്ളൊരു രോഗിയുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് കളക്ഷൻ്റെ ഭാഗമായുള്ള വിഷയത്തിൽ സാമ്പത്തികമായി ചില ക്രമക്കേടുകൾ നടന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്നു. പല ആളുകളും നിങ്ങൾക്കെതിരാകുന്നു. നിങ്ങളുടെ ഓൺലൈൻ മജ്‌ലിസിൻ്റെ കമൻറ്റ് ബോക്സിൽ വലിയ തോതിൽ വിമർശനങ്ങൾ വരുന്നു. നിങ്ങൾ ഇടയ്ക്കൊക്കെ കമൻറ്റ് ബോക്സ് ഓഫാക്കുന്നു. മജ്‌ലിസിലെ വ്യൂസിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നത്തെ രാത്രികത്തെ വയല് ഇൻഷാ അല്ലാഹ് വളരെയധികം ഉഷാറാക്കണമെന്ന് ഭയങ്കര താല്പര്യത്തോടു കൂടെ ഞാൻ നിൽക്കുകയാണ്. പിന്നെ രാത്രി 12 മണിക്ക് തുടങ്ങുന്ന ആത്മീയ സദസ്സ് 1 മണി വരെയാണ്. ഇന്ന് ജുമുഅൻ്റെ വെള്ളിയാഴ്ച രാവായതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടും ഹയാത്താക്കാന്നൊരു ഉദ്ദേശത്തോടെ തുടങ്ങുന്നത്. അപ്പം തുടങ്ങുമ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹ് ആദ്യ കമൻ്റ് തന്നെ വന്ന് പോടാ അവിടുന്ന്. ഈ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചാത്തവരെ മാതിരി ഫുള്ള് കട്ടെടുത്ത് കളിച്ചാണല്ലോ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറല്ലാണ് അല്ലാഹ്. അങ്ങനെ രണ്ടാമത്തെ കമൻറ്റും വന്നു. അതെ, ഈ ചങ്ങായി ഫുള്ള് കടക്കാനാൻ വേണ്ടിയിട്ടാണ്. ആകെ വ്യൂസ് 10 ആൾക്കാരാണ്. ആ സമയത്താണ് വ്യൂസിൽ എല്ലാം മുഴുവൻ എതിരാ തോന്നുന്നത്. അങ്ങനെ ആ സദസ്സ് കഴിഞ്ഞാണ്ട് പിറ്റേ ദിവസം ജുമാക്ക് പോവുകയാണ്. ജുമാക്ക് പോകുമ്പം പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് വയറ് ആരെങ്കിലും മഞ്ഞൻ്റെ മുതൽ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം പള്ളിക്കത്ത് ഉസ്താദ് ഭയങ്കര പ്രസംഗം. അത് ഇനി പാവപ്പെട്ടവരുതാണെങ്കിലും അനാഥകളുതാണെങ്കിലും അതൊക്കെ അല്ലാഹു തആല ചോദ്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നരകത്തിലേറെ കടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് പഠിക്കാത്തവരെന്നല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വയറുന്നു. അങ്ങനെ ഈ തീരുമാനം ഭയങ്കര അങ്ങനെ ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വന്ന് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഇപ്പം ഇങ്ങനെ സംഗതി ഇപ്പം ഞാൻ 5 പൈസ ഞാൻ അതിനെടുത്തിട്ടില്ല, ക്രമക്കേട് എന്ന് പറയാനില്ല, ഒന്നും ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സംഗതി എന്താ വെച്ചാൽ ഈ സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുന്നവർ ഇതിൻ്റെ പിന്നിലേക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് അവരൊരു ചാരിറ്റി ടീമാണ്. ആ ടീം ഇതിൻ്റെ പിന്നിൽ കളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് സമ്മതിക്കാതെ നിന്ന് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംഗതി നടന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞ്, മോനെ ഈ വിഷമിക്കണ്ട, ഇനിയിപ്പോൾ ഈ സംഗതി എന്തായാലും ഇപ്പം ഇങ്ങനെ ആരോപണം വന്നില്ലേ, ആ സ്ഥിതിക്ക് ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ ഒഴിവാക്കിയെന്ന് കൂട്ടിക്കോ. ആ അങ്ങനെ കൂട്ടിയെന്നുള്ളതുകൊണ്ട് 10 ആൾക്കാരെ കാണൂല എന്നുണ്ടാവും, പക്ഷേ പിന്നീട് ചർച്ച വരും. ആ ചങ്ങായി അത് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ പൂട്ടിപ്പോയത്, മറിച്ചാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, മോനെ നാളെ മുതൽ യൂട്യൂബിൽ പിന്നെയും കാണാം. അപ്പം തുടക്കത്തിൽ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുമ്പോൾ തുടങ്ങും ഒരു സാമ്പത്തിക ക്രമക്കേടില്ല ആളാണ്, ഫുള്ള് കള്ളനാണ്, മറ്റാണ്. ഈ ഇസ്തിഗ്ഫാർ ഓല് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആ ഇസ്തിഗ്ഫാർ ഓല് കേൾക്കുമ്പോൾ എന്താവും, ഓൽക്ക് അതിൻ്റെ കൂലിയിട്ടും. അപ്പോൾ പിന്നെ ആ സലാത്തെല്ലുമ്പോൾ എന്താവും, അവൻ കൂലിയിട്ടും. അങ്ങനെ അവസാനം എല്ലാ ദിവസവും പറയുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഇതൊക്കെയാണ്. അങ്ങനെ കുറേ വട്ടം പറയുമ്പോൾ എന്താവും, ഈ എന്തായാലും ഒരു നാൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവും എന്നല്ലേ ആ സംഗതി. അതേപോലെ തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ സത്യം ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ
അത് സത്യമാണെന്ന് ഇവർ മനസ്സിലാക്കും. ഈ 10 ആൾക്കാർ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഈ 10 ആൾക്കാരെന്താക്കും, ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് തന്നെ കേൾക്കുമ്പോൾ ഓരെന്താക്കും, ഇത് മനസ്സിലാക്കും. അങ്ങനെ എന്താവും, അങ്ങനെ പിന്നെ ഇതേമാതിരി വ്യൂസ് കൂടി വരും. ആദ്യത്തെ പണം ഉപയോഗിക്കരുത്. അത് എന്താക്കുക, അതിങ്ങനത്തെ ചാരിറ്റിക്ക് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ എന്താക്കുക, അതിൽ പലിശ കലർന്നിട്ടുണ്ടെന്ന് വ്യക്തമായാൽ ആ പണം ഉപയോഗിക്കാതിരിക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി ചാരിറ്റി ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ ആ രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് കൃത്യമായിട്ട് പുറത്ത് വിടാനും നീ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് നീ അതൊക്കെ നടത്തണോ, നമ്മൾക്ക് ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി വരണം. അത് ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ എത്രയേ അപരാധങ്ങളെ കേട്ട് ഫാത്തിമ ബീവിൻ്റെ പേരിൽ ജനൻ്റെ ഇതുവരെ വന്നില്ലേ, ഇങ്ങോട്ടും നബി തങ്ങൾ തളർന്നോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അതിലൊക്കെ ഇനിയും മുന്നോട്ട് പോകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിരുകൾ ഭേദിച്ച് നൂലറ്റ പട്ടമായി പറക്കാൻ എന്തിനാണിത്ര തിടുക്കം? നിയന്ത്രണം